ഹലോ കൂട്ടുകാരെ, മഴ തോരും മുൻപേടെ ഇന്നത്തെ എപ്പിസോഡിൽ വൈജയും മക്കളും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുന്നതാണ് കാണിക്കുന്നത്. കഥയിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അങ്ങനെ വൈജ നെടുമ്പരക്കിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം റൂമുകളൊക്കെ എല്ലാം തുറന്നു നോക്കണം, എവിടെയൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു പോലീസുകാരനെ പോലെ എല്ലായിടത്തും തിരഞ്ഞു നോക്കുകയാണ്. അങ്ങനെ മോളുള്ള ബാലചന്ദ്രൻ്റെ മുറിയിലോട്ടും കയറി ചെല്ലും. ബാലചന്ദ്രൻ്റെ മുറിയിലോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ മുറി അടഞ്ഞു കിടക്കുകയാണ്. അത് മെല്ലെ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കുകയാണ്. അലമാരയൊക്കെ വലിച്ചു നോക്കുകയാണ്. അലമാരയൊക്കെ തുറന്ന് നോക്കും, മേശവലിപ്പൊക്കെ വലിച്ചു നോക്കും. അപ്പോൾ ഇതാ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നു. അപ്പോൾ ലാപ്ടോപ്പ് ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ കുറച്ച് ട്രാൻസാക്ഷൻസും ഡീറ്റെയിൽസും എല്ലാം നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് രോഹിത് അവിടേക്ക് വരുന്നത്. അപ്പോൾ രോഹിത് ചോദിക്കും, അമ്മ എന്താ ഈ റൂമിലോട്ട് വന്നിരിക്കുന്നതെന്ന് രോഹിത് ചോദിക്കും. അപ്പോൾ വൈജ പറയും, ഇത് എൻ്റെ ഭർത്താവിൻ്റെ റൂമല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ റൂമിലോട്ട് ഞാൻ കയറുന്നതിൽ നിനക്ക് എന്താ കുഴപ്പം? അല്ല, അങ്ങനെയല്ല, ഇത് അച്ഛൻ മാത്രമല്ലേ ഉപയോഗിക്കാറ്, അച്ഛൻ്റെ പെർമിഷനാണെങ്കിൽ അമ്മ വാങ്ങിയിട്ടുമില്ല. പിന്നെ അമ്മ ഇവിടെ ഒരു കള്ളന്മാരെ വന്നത് പോലെ നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് സംശയം തോന്നി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ വൈജ അവനെ ചീത്ത പറയും, ഞാൻ എന്തിനാ ഈ കള്ളന്മാരെ പോലെ ആക്കുന്നത്? ഇത് എൻ്റെ ഭർത്താവിൻ്റെ റൂമാണ്, നീ എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല, ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് എന്ന് പറയുകയാണ്. അപ്പം മനു ആ സൗണ്ടൊക്കെ കേട്ടിട്ട് മനു അങ്ങോട്ട് വരും. മനു ചോദിക്കും, എന്താ രോഹിത്, എന്താ ഇവിടെ സംസാരമാണ്? അപ്പോൾ അതൊന്നുമില്ല മനുവേട്ടാ, ഞാൻ അമ്മ ഇവിടെ എന്തൊക്കെയോ സെർച്ച് ചെയ്യുന്നതൊക്കെ കണ്ടു. അത് കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കിയതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അറിവായെന്ന് അറിയാതൊരു വാക്ക് വീട് പോയി കള്ളന്മാരെ പോലെ നോക്കുന്നത് കണ്ടു എന്ന്. അപ്പോൾ അതിന് അമ്മ എന്നെ വഴക്ക് പറയുകയാണ്. അപ്പോൾ വൈജ പറയും, ഞാൻ പറഞ്ഞത് ശരിയല്ലേ, എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ ഞാനൊന്ന് കയറി നോക്കുന്നതിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന്. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു, അതിനും കൂടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്തിട്ട് ഈ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കണം. കണ്ടോ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്, ഈ പൈസയുടെ കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അവൾക്ക് എന്തൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയണമല്ലോ. അപ്പോൾ മനു പറയും, എൻ്റെ ആൻറ്റി എന്തിങ്ങനെ തരം താഴല്ലേ, എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അതങ്ങ് വിട്ടേക്കെന്ന് പറയുകയാണ്. അപ്പോൾ വൈജ പറയും, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂട്ടിയിട്ട് താഴത്തോട്ട് പോവുകയാണ്. ലാപ്ടോപ്പൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ലാപ്ടോപ്പൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പം മനു രോഹിത്തിനെ അങ്ങനെ നോക്കുകയാണ്. ആൻറ്റി അവസാനിപ്പിച്ചിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന അർത്ഥത്തിലാണ് മനു രോഹിത്തിനെ നോക്കുന്നത്. അങ്ങനെ താഴത്ത് ഇവർ കൃഷ്ണയും ബബിയൊക്കെ ഉണ്ട്. അപ്പോൾ മനുവും രോഹിത്തും അങ്ങോട്ട് വരും. അപ്പോൾ വൈജ പറയും, കണ്ടോ, ഇതാണ്, ഈ തെളിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്, നിങ്ങൾ നോക്ക് എന്ന് പറഞ്ഞ് വൈജ ലാപ്ടോപ്പ് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ്. 15 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണവും 17,000 രൂപയ്ക്കുള്ള ഡ്രസ്സുമാണ് അലീനയ്ക്ക് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. ഇതെന്തിന് ഇവൾക്ക് വാങ്ങിക്കൊടുത്തു എന്നാണ് വൈജ ചോദിക്കുന്നത്. നിങ്ങൾക്കിതൊന്നും അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബബിത പറയും, അമ്മ എന്താ വിചാരിച്ചത്, ഇതൊന്നും ഞങ്ങൾ അറിയാണ്ടാണ് ചെയ്തു കൊടുത്തതെന്നാണ്. ഞങ്ങൾ ഉള്ളപ്പോൾ തന്നെയാണ് അച്ഛൻ ഈ സ്വർണവും ഈ പൈസയും ഈ ഡ്രസ്സും കൊടുത്തത്, ഞങ്ങളുടെ മുന്നിൽ നിന്നാണ് കൊടുത്തത്, ഞങ്ങളാണ് അവരെ അലീന ചേച്ചിയെ ഒരുക്കി വിട്ടത് എന്ന്. അപ്പം വൈജ എന്നിട്ട് രോഹിത്തിനോട് ചോദിക്കും, എടാ നിനക്കൊന്നും പറയാനില്ലേ ഇത്രയും പൈസ കൊടുത്തതിലെന്ന്. അപ്പോൾ വൈജ രോഹിത്ത് പറയും, 12 പവനല്ലേ കൊടുത്തുള്ളൂ, അത് 2 പവനും കൂടി കൊടുത്ത് ചേർത്ത് 15 പവനാക്കി കൊടുക്കാനായിരുന്നു എനിക്ക് താല്പര്യം എന്ന്. അപ്പം വൈജ പോയിട്ട് മനുവിൻ്റെ അടുത്ത് ചെല്ലും. മനുവിനോട് ചോദിക്കും, നിനക്ക് എന്താ പറയാനുള്ളത്? മനു പറയും, നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ 19 ദിവസം സ്വർണ്ണമെങ്കിലും കൊടുക്കണ്ടേ ആൻറ്റി, ഇത് അത്രയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ബബിത പറയും, എനിക്കാണെങ്കിൽ 50 പോരാന്ന്, എനിക്കാണെങ്കിൽ 100 പവൻ വേണമെന്ന്. അപ്പോൾ വൈജു ചോദിക്കും, എൻ്റെ മക്കൾക്ക് 100 പവൻ കൊടുക്കുന്ന പോലെയാണ് അവൾക്ക് സ്വർണ്ണം വാങ്ങി കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്തൊരു വകതിരിവില്ലേ, ബോധമില്ലേ എന്നൊക്കെ ചോദിച്ച് വൈജ എല്ലാവരോടും വഴക്കിടണം. ആ ബബിത പറയും, മനു പറയും, അവൾ ചെയ്തതിനുള്ള കൂലിയായിട്ട് കണക്കാക്കിയാൽ മതിയെന്ന്. അവൾ ചെയ്തതിനുള്ള കൂലി കണക്കാക്കുകയാണെന്ന് വെച്ചെങ്കിൽ മുന്നേ ഇവിടെ ജാനകി നിന്നിരുന്നു, ലളിത നിന്നിരുന്നു, അവർക്ക് ആ ജോലിക്കാർക്കൊന്നും കൊടുക്കാത്ത കൂലി എന്തിനാണ് ഇവൾക്ക് കൊടുക്കുന്നത് എന്ന്. അപ്പം ബബിത പറയും, അച്ഛനെ നോക്കിയത് അരിയൻ ചേച്ചിയല്ലേ, രോഹിത്തേട്ടൻ്റെ കേസ് വന്ന് അത് ഒഴിവാക്കിയത് അലീന ചേച്ചിയല്ലേ. ഇങ്ങനെ ഓരോരോ എണ്ണി കാര്യങ്ങൾ ചോദിക്കുമ്പോൾ വൈജ പറയും, അച്ഛനെ നോക്കിയത് എന്ന് പറയുന്നത് അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചു, ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിൽ എത്തിച്ചു, അതെന്താ എത്ര വലിയ കാര്യം? രോഹിത്തിനെ കേസിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാര്യം രോഹിത്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആ പെണ്ണ് കോടതി വന്ന് പറഞ്ഞതുകൊണ്ട്, അതും സത്യം തന്നെയല്ലേ. ഇതൊക്കെ അവൾ ചെയ്തതിന് എന്താണ് ഇപ്പോൾ കാര്യം എന്നാണ് വൈജ ചോദിക്കുന്നത്. അവളുടെ തൊലിവെളുപ്പിനും സൗന്ദര്യത്തിനുമാണ് ഈ പൈസ നിങ്ങളുടെ അച്ഛൻ കൊടുത്തിട്ടുള്ളത്, അതാണ് എനിക്ക് അറിയേണ്ടതായിരുന്നത്, ഇതിനൊക്കെ എനിക്കൊരു ഉത്തരം കിട്ടണം എന്ന് പറയുകയാണ്. അപ്പോൾ മനു പറയും, ആൻറ്റി അപ്പോൾ ഒന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ലല്ലേ? അപ്പോൾ വൈജ പറയും, ഞാൻ ഒന്നും നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല, ഇതിനൊക്കെ ഉത്തരം കിട്ടണം, ആ ഉത്തരം കിട്ടിയാൽ മാത്രമേ ഞാൻ ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുള്ളൂ എന്ന്. അപ്പോൾ മനു പറയും, എന്നാൽ ശരി, അങ്കിൾ വരുമ്പോൾ ആൻറ്റി ചോദിച്ചിട്ട് ആൻറ്റി അങ്കിളുടെ വായിലുള്ളത് മുഴുവൻ വാങ്ങിച്ച് വെച്ചേക്ക് എന്ന് പറയുകയാണ്.
അപ്പോൾ വൈജിക്ക് ഒരു പുച്ഛം. വൈജി പറഞ്ഞു ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള കാര്യമല്ലേ, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പിന്നെയും വൈജ എന്തിന് ഈ പൈസ കൊടുത്തു, ബാലചന്ദ്രൻ എന്തിന് അവൾക്ക് ഈ പൈസ കൊടുത്തു, അത് മാത്രമേ എനിക്ക് അറിയണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് തന്നെ വൈജ കലിതുള്ളി നിൽക്കണം. അപ്പം മനു പറയും ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്ന്. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അമ്മയുടെ ഉള്ള വില കളയാൻ നിൽക്കരുത്, അതുകൊണ്ട് അമ്മ അതൊന്ന് ഒതുങ്ങി നിൽക്കുക എന്ന് പറയുകയാണ്. അപ്പം ബബിതയും ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഞങ്ങൾക്കിനി കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുകയാണ്. അപ്പോൾ വൈജയുടെ വായിൽ നിന്നൊരു വൃത്തികെട്ട സെൻറ്റൻസ് വേണം. വൈജ പറയും എനിക്കറിയാം അവൾക്ക് ഇത് എന്തിനാണ് ഈ പൈസ കൊടുത്തിട്ടുള്ളത്, അവളെ തൊലി വെളുപ്പിനും അങ്ങനെ പല കാര്യങ്ങൾക്കുമാണ് അവൾക്ക് ഈ പൈസ കൊടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറയും. അപ്പം മനു പറയും ദേ ആൻറ്റി ഒരുമാതിരി വൃത്തിയോട് പറയരുത്, വായിലൊരു നാവുണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ അനാവശ്യങ്ങളൊന്നും പറയരുത്. രോഹിത്തെ നിൻ്റെ അമ്മയുടെ ഈ അനാവശ്യം കേട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് മനു അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് രോഹിത്തിനോട് പറയും നീ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, എനിക്ക് ഈ വക വൃത്തിയായിട്ട് കേൾക്കാൻ താല്പര്യമില്ല. എന്നിട്ട് മനു അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ബബിതയും കൃഷ്ണയും രോഹിത്തും എല്ലാവരും അവരവരുടെ റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ അവരൊക്കെ റൂമിലോട്ട് പോകുമ്പോൾ സത്യം പറഞ്ഞാൽ വൈജ അന്തം വിട്ടുകയാണ്. കാരണം എന്താണ് ഇവള് വാക്ക് കേൾക്കാൻ ആരും അവിടെ നിൽക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വൈജയാണെങ്കിൽ അന്തം വിട്ട് ഒരൊറ്റപ്പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതിനു മുന്നേ നമ്മുടെ മനു ബാലചന്ദ്രനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പുനലൂരിൽ നിന്ന് പോന്നിട്ടില്ലെന്നും ഇന്ന് പുനലൂരിലാണ് സ്റ്റേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം അവൾക്കൊരു കൂട്ടായിട്ട് കാരണം അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിവിടെ ഉണ്ടെന്നുള്ള ഒരു ചിന്ത അവൾക്ക് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്ന് വരുന്നില്ല എന്ന് മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രോഹിത്ത് രേവതി കുട്ടീനെ വിളിക്കുകയാണ്. അപ്പോൾ രേവതി ഫോൺ എടുക്കും. അപ്പോൾ ചോദിക്കുക എന്താ പരിപാടി രേവതി എന്ന്. അവൾ പറയും ഞാനിതാ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്ന്. അപ്പോൾ രോഹിത് ചോദിക്കും വീടിന് കണ്ണ് തട്ടാതിരിക്കാനാവില്ലേ നിൽക്കുന്നത് എന്ന്. അതിലൊന്നല്ല ഞാൻ എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ ഞാൻ നിന്നോടൊരു വിഷമമുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് വിളിച്ചത്, അലീന ചേച്ചി ഇവിടുന്ന് പോയി എന്ന് പറയുകയാണ് രോഹിത് രേവതിയോട്. അപ്പോൾ രേവതി പറയും ചേച്ചി പോകുന്നല്ലേ പറഞ്ഞിരുന്നത്, എനിക്കറിയായിരുന്നു, എന്താണ് അവിടുത്തെ അവസ്ഥ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമാവില്ലേ. അപ്പോൾ രോഹിത് പറയും എല്ലാവർക്കും നല്ല വിഷമം തന്നെയാണ്, ബബിക്കും കൃഷ്ണയ്ക്കൊക്കെ നല്ല വിഷമമുണ്ട്, ഞാൻ മാത്രമാണ് പിന്നെയും ഒന്ന് ബോൾഡായിട്ട് ഈ ഒരു സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ രേവതിക്കുട്ടി പറയും ശരിയാണ് എന്ന്. അപ്പോൾ പിന്നെ അവൾ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയും ഇനി എന്തെങ്കിലും വിഷമം വെച്ചാൽ എന്നോട് ഷെയർ ചെയ്യാം കേട്ടോ, ഞാൻ ആരോടും പറയില്ല എന്ന്. അപ്പോൾ നമ്മുടെ രോഹിത് പറയും നല്ല ഷെയർ ചെയ്യാൻ പറ്റിയൊരാൾ എന്ന്. അപ്പോൾ രേവതി പറയും നിങ്ങൾക്ക് അറിയാനിട്ടാണ്, നിങ്ങളുടെ വീട്ടിലെ കുറേ രഹസ്യങ്ങൾ എനിക്കറിയാം, അതൊന്നും ഞാൻ ഇത്ര കാലമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ രോഹിത് പറയും പിന്നെ രഹസ്യങ്ങളോ, ഞങ്ങളുടെ വീട്ടിൽ എന്ത് രഹസ്യങ്ങൾ എന്ന്. അപ്പോൾ രേവതി പറയും അതൊക്കെ ഉണ്ട്, നിങ്ങൾക്കതൊന്നും അറിയില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോൾ അതിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് രോഹിത്, എന്താണ് ഇപ്പോൾ അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ അലീന സ്റ്റാൻലിയുടെ വീട്ടിൽ ഇങ്ങനെ വീടൊക്കെ നടന്ന് കാണുകയാണ്. ആൻ്റപ്പൻ ചേട്ടൻ എല്ലാം നടന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് വലിയ വീടാണ്. അപ്പോൾ അലീന പറയും എന്ത് വലിയൊരു വീടാണ്, ഒരുപാട് റൂമുകളൊക്കെ അടഞ്ഞു കിടക്കുന്നു, എന്തിനാണ് ഇത്ര പൈസയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുള്ളത്, പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും പൊളിച്ചു കളയുന്നിട്ട് അടുത്ത ആൾക്കാർ വേറെ വീട് പണിയും എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ പറയും പൈസ ഉള്ളവരാകുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ മോളെ, വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ വലിയ വീടുകളല്ലേ വെക്കുള്ളൂ, ഞാൻ ഇവിടുത്തെ മോൾക്ക് ഇവിടുത്തെ സ്ഥലങ്ങളും കുളവും ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആൻ്റപ്പൻ ചേട്ടൻ ആ വീട് മൊത്തം കാണിച്ചു കൊടുക്കണം. അപ്പോൾ വീട് നിൽക്കുന്ന സ്ഥലം 3.5 ഏക്കറാണ്, അതിന് പുറമെ 350 ഏക്കർ വേറെ തോട്ടമുണ്ട്, അവിടേക്ക് സാറ് കൊണ്ടുപോകും. ഇവിടെയാണെച്ചെങ്കിൽ കുറേ പട്ടികളും അവരുടെ സംഗതികളൊക്കെയാണ് ഉള്ളത്. അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സ്ഥലവും ആ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ വീടിന് ചുറ്റും നല്ല കുളമുണ്ട്, കുറേ ഗാർഡൻ ഉണ്ട്, പട്ടികൾ കളിക്കാൻ വേണ്ടി സ്ഥലമുണ്ട്, അങ്ങനെ വെള്ളം ഒക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അത് നടന്ന് അലീന കാണുകയാണ്. അങ്ങനെ ശേഷം അലീന കിച്ചണിലോട്ട് വരികയാണ്. അപ്പോൾ കിച്ചണിൽ ഫുഡൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അലീനയോട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കണേ, ഇവിടേക്ക് അടുക്കളയിലേക്ക് ആരും വരാറില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സാറ് വിളിച്ച് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യാറ്, പിന്നെ ഏതെങ്കിലും ഗസ്റ്റുകൾ വരുമ്പോഴും അവർക്കുള്ള ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുക്കും, അല്ലാതെ ഇവിടേക്ക് ഈ അടുക്കളയ്ക്കൊന്നും ആരും വരാറില്ല. അപ്പോൾ അലീന പറയും ഞാൻ അടുക്കള കണ്ടപ്പോൾ വന്നെന്നുള്ളൂ. അപ്പോൾ അലീനയോട് ചോദിക്കാൻ അയാൾ അലീനയുടെ പാസ്റ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ തിരുവനന്തപുരത്തുള്ളൊരു ഓർഫനേജിൽ, ജനിച്ചതല്ല വളർന്നത് തിരുവനന്തപുരത്തുള്ളൊരു ഓർഫനേജിലാണ്. അപ്പോൾ ആ കൂടെ വന്നുള്ള ആളാരാ എന്ന് ചോദിക്കും. കൂടെ വന്നിരുന്ന ആൾ അതെൻ്റെ അച്ഛനാ എന്ന് പറയും.
അപ്പോൾ ഈ കൊക്കിനാകെ സംശയം കാരണം ശരിക്കുള്ള അച്ഛൻ സ്റ്റാൻലി ആണല്ലോ, പിന്നെ ഏത് വകുപ്പിലാണ് ഇയാൾ അച്ഛൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. അങ്ങനെ അയാൾ ചിന്തിച്ച് ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.